നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നു. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് സീനിയർ പീഡിയാട്രീഷ്യനും നാഷണൽ ഹെൽത്ത് മിഷന്റെ അഡോൾസന്റ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ അമർ ഫെറ്റിലാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, കുട്ടികൾ അവരുടെ അവധിക്കാലമൊക്കെ ആഘോഷമാക്കി വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥയിൽ ഇത്രയധികം മാറ്റം വന്നിരിക്കുന്ന ഒരു സമയം, കാലവർഷം എത്തി. ഈ ഒരു സമയത്ത് കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹലോ ഡോക്ടർ ആരംഭിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കുട്ടികളുടെ ആരോഗ്യത്തിൽ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതെ, പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇത് വളരെ അധ്യയന ലോകത്തിൻ്റെ കാര്യം നോക്കിയാൽ ഏറ്റവും ശുഭമായിട്ടുള്ളൊരു ദിവസമാണ് സ്കൂൾ തുറക്കുന്ന ദിവസം. ആയിരക്കണക്കിന് പുതിയ കുട്ടികൾ, പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിൽ കയറുന്നവരൊക്കെ ആദ്യമായിട്ട് ഈ ലോകത്തിൽ, അക്ഷര ലോകത്തിലോട്ട് കയറി വരുന്നൊരു ടൈമാണ്. അപ്പോൾ നല്ലൊരു ദിവസമാണ്. നമ്മൾ വാർത്തകളിലൊക്കെ ഇങ്ങനത്തെ ന്യൂസുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്ന ആർക്കാണെങ്കിലും അത് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾക്കൊരു പ്രത്യേക കഴിവാണല്ലോ. ഏത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥേനെയും കുട്ടികളുടെ സാന്നിധ്യവും ഇടപഴകലും അതിനെ ഉടനെ അത് സന്തോഷമുള്ളൊരു സിറ്റുവേഷനാക്കി മാറ്റുന്നു. ഇപ്പം മഴക്കാലം മുതലായ പല കാര്യങ്ങളുമുണ്ട്. പണ്ടേ സ്കൂൾ തുറക്കുന്ന സമയത്താണ് മഴക്കാലവും കോയിൻസൈഡ് ചെയ്ത് വരുന്നത്. കാരണം നമ്മുടെ കാലവർഷവും ഈ ജൂൺ തുടക്കം, സ്കൂൾ തുറക്കുന്നതും ജൂൺ തുടക്കം. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതികൂലമാണെന്നോ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞാലും കുട്ടികളുടെ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് അതിനെല്ലാം കീഴടക്കി നല്ല ആരോഗ്യമായി മുമ്പോട്ട് പോകട്ടെ നമുക്ക് ആദ്യം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും തുടങ്ങാം. ആരോഗ്യം നമുക്ക് തന്നെ വന്നു ചേരുന്നൊരു കാര്യമല്ല. അത് നമ്മൾ തന്നെ പങ്കാളിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. പണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ ആരോഗ്യം ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെമി മോഡേൺ വേൾഡ് വന്നു കഴിഞ്ഞാൽ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. അങ്ങനെയല്ല. സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നൊരു സാധനമാണ് ആരോഗ്യം. അതിൽ കേരളം വളരെ വിജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ, അവിടെ തന്നെ നമ്മുടെ ജനങ്ങളുടെ അറിവും അവബോധവും ഒക്കെ ചേർന്ന് നമ്മൾ ഒരു ഉന്നതമായ ലെവലിലെത്തിയത് അങ്ങനെയാണ്. സ്കൂൾ തുറക്കുന്ന കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും അതിനകത്ത് എല്ലാവരും പുറത്ത്, അതായത് തലേ ദിവസം വരെ കാണാത്ത തരം തിരക്കുകൾ റോട്ടിൽ കണ്ടു തുടങ്ങുന്നു. ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, മഴ പെയ്യുന്നു, ഇവർ നനയുന്നു, കുറേ പേര് വെള്ളത്തിൽ കളിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ പലപ്പോഴും ആരോഗ്യ വാർത്തകളിലൊക്കെ വരുന്ന ന്യൂസാണ് പനികൾ കൂടി, പകർച്ചപ്പനികളുടെ എണ്ണം കൂടുന്നു, ആശുപത്രി തിരക്ക് കൂടുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള സീസണൽ ചേഞ്ചസ് ആണ്. പക്ഷേ ഒരു വസ്തുതയുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും പേരൻസിനറിയാം കുട്ടികൾ ഈ സ്കൂളിലൊക്കെ പോയുമ്പോഴേക്കും സ്കൂൾ ബസ്സിലോ തിക്കും തിരക്കുള്ള ഓട്ടോറിക്ഷയിലോ എല്ലാമൊക്കെ അങ്ങനെയൊക്കെ പോയി വരുമ്പോഴേക്കും നനയുകയും ശീതനടിക്കുകയൊക്കെ ചെയ്ത് കുറേ ജലദോഷങ്ങളും ചുമകളും ഒക്കെ വരാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അസുഖം എന്ന് വെച്ചാൽ ഈ നേരത്ത് വരുന്നത് ജലദോഷപ്പനികൾ എന്ന് പറയാവുന്ന കൂട്ടമാണ്. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമ്മൾ പറയും. അപ്പോൾ അത് വളരെ സ്വാഭാവികമാണ്. വൈറൽ ഫീവർ എന്നൊക്കെ പറയും. പനിയൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. തുമ്മൽ, ചുമ, തൊണ്ടവേദന ഒക്കെ വരാം. ഇതെല്ലാം മൈൽഡായി വന്നു പോയാൽ വളരെ നല്ലത്. അപ്പോൾ അത് എങ്ങനെ നമുക്കിതിനെ പകരുന്നത് തടയാം, എങ്ങനെ അത് കിട്ടാതിരിക്കാൻ നോക്കാം, കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അറിവ്. ഞാൻ എപ്പോഴും ആ പ്രിവെൻഷനിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ആദ്യമേ പകർച്ചേനെ പറ്റി പറയുകയാണ്. ചുമയ്ക്കുകയും തുമ്മയും ചെയ്യുന്നതിൽ കൂടെയാണ് ഈ രോഗങ്ങളെല്ലാം പകരുന്നത്. ഈ ഓർഡിനറി റെസ്പിറേറ്ററി ശ്വാസകോശ രോഗങ്ങളെല്ലാം പകരുന്നത് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു 1 മീറ്റർ റേഞ്ചിലൊക്കെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അത് കിട്ടും. അപ്പോൾ ഒരു ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴേക്കോ സ്കൂൾ ബസ്സൊക്കെ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളാണ്. 2 കുട്ടികൾ ചുമയ്ക്കുകയും തുമ്മയും ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ക്ലാസ്സിൽ 50 പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഇത് തടയാൻ നല്ലൊരു വഴി ക്ലാസ് മുറിയിലും ക്ലാസ് അന്തരീക്ഷത്തിലും ഈ സ്കൂൾ ബസ്സിലൊക്കെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും, ഏറ്റവും പൊടികൾ തൊട്ട് ഏറ്റവും വലിയ കുട്ടികൾ അടക്കമുള്ള എല്ലാവരും ഈ തുമ്മയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു കർച്ചീഫ് വെച്ച് വായി മൂടി പിടിക്കുന്നൊരു ശീലം തുടങ്ങിയാൽ തന്നെ വളരെ വലിയ കാര്യം. പിന്നെ കുറച്ച് പേരെങ്കിലും ഈ ചിലപ്പോൾ മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിങ്ങനെ പുറത്ത് തുപ്പും. ചുമയ്ക്ക് വായിലൊക്കെ തോന്നിക്കുക ഉടനെ തുപ്പുന്നൊരു ശീലം. അങ്ങനെ പൊതുസ്ഥലത്ത് തുപ്പരുതെന്നുള്ളതും കൂടെ പറയുകയും അതുപോലെ തന്നെ ഇടയ്ക്കും മറിക്കും സോപ്പും വെള്ളം വെച്ച് കൈ കഴുകുന്നൊരു ശീലം. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴേക്കും ഈ ശ്വാസകോശ രോഗങ്ങളുടെ ആ പകർച്ച ഗണ്യമായിട്ട് കുറയും. അപ്പോൾ പൂർവ്വകാലങ്ങളിൽ നമ്മളൊരു എണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് വെച്ച് വേണമെന്ന് വിചാരിച്ചാൽ ടീച്ചർമാരും പേരൻസും കുട്ടികളും കൂടെ വേണമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ എണ്ണത്തിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ബൾക്ക് ലോഡെന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള ബൾക്ക് ലോഡെന്ന് ഈ നേരത്ത് പറയുന്നത് ഇതുപോലത്തെ ഈ റെസ്പിറേറ്ററി അണുബാധകളാണ് ബൾക്ക് ലോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു സെറ്റ്.
രണ്ടാമത്തത് അതുപോലെ ഇപ്പോൾ കുട്ടികൾ ഈ മഴ നനഞ്ഞൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ വരും തണുപ്പ് പിടിച്ചിട്ടാണ് അസുഖം വരുന്നത്. ഈ മഴവെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നോ മഴത്തുള്ളീൻ്റെ ഉള്ളിൽ നിന്ന് അണുക്കളൊന്നും ഇല്ല, അങ്ങനെ അസുഖം കിട്ടില്ല. പക്ഷേ ഈ ശരീരമൊക്കെ തണുത്ത് ഉടുപ്പൊക്കെ തണുത്ത് നനഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡീൻ്റെ തന്നെ പ്രതിരോധ മെക്കാനിസംസ് ഉണ്ട്, അണുക്കളെ പുറന്തള്ളാനും കഫത്തിനെ പുറന്തള്ളാനൊക്കെ ഉള്ള. അപ്പോൾ ഇതൊക്കെ താൽക്കാലികമായിട്ട് ഇങ്ങനെ നിന്ന് പോകും, അല്ലെങ്കിൽ മന്ദഗതിയിലാവും. അപ്പോൾ ഇതിനെ റെസ്റ്റോർ ചെയ്യാനാണ് ഒരു നല്ല പ്രതിവിധി എന്ന് പറയുന്നത്. കുട്ടികൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നനയും, കളിക്കുമല്ലോ. ഇപ്പോൾ കുട്ടിയോട് വെള്ളത്തിൽ കളിക്കല്ലേ എന്ന് പറയുന്നത് എന്താ താറാവിനോട് വെള്ളത്തിൽ ഇറങ്ങല്ലേ എന്ന് പറയുന്ന പോലെയാണ്. കുട്ടികളും വെള്ളവും ഭയങ്കര ഇടപഴകുന്നൊരു സാധനമാണ്. അപ്പോൾ അവരെന്തായാലും കളിച്ച് ചാടിയും വെള്ളം കണ്ട അതിനകത്ത് ചാടി കളിക്കും, തുള്ളി കളിക്കും, ഇതെല്ലാം അവർ ചെയ്യും. അപ്പോൾ അങ്ങനെ നനഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഉടനെ നമ്മൾ വസ്ത്രങ്ങൾ മാറ്റി, വീട്ടിലെത്തുമ്പോഴേക്കും വസ്ത്രങ്ങൾ മാറ്റി ഡ്രൈ വസ്ത്രങ്ങളാക്കുക, തലയൊക്കെ തോർത്തി കൊടുക്കുക. ഉടനെ ചൂടോടെയുള്ള നല്ല നറിഷിംഗ് ആയിട്ടുള്ള പാനീയങ്ങൾ എന്തെങ്കിലും കുടിപ്പിക്കുക. നല്ല ചൂടുള്ള നല്ല നറിഷിംഗ് ആയിട്ടുള്ള പോഷണ ഗുണമുള്ള പാനീയങ്ങൾ എന്തെങ്കിലും കുറച്ചായിട്ട് പലതവണയായിട്ട് അത് കുടിപ്പിക്കുക. പിന്നെ കുറച്ച് വേണമെങ്കിൽ സ്റ്റീം ഇൻഹലേഷൻ, വെറുതെ തിളച്ച വെള്ളം എടുത്ത് ഫ്ലാസ്കിലൊക്കെ എടുത്ത് വെച്ച് വായിക്കൂടെ ആവി ശ്വസിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് പ്രതിരോധ ശക്തി, അതിനെ പ്രതിരോധിക്കാനുള്ള നാച്ചുറൽ കഴിവ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. പിന്നെ അതുപോലെ അവരുടെ ആഹാരക്രമം കൊണ്ടും നമുക്ക് ഈ വക അസുഖങ്ങളെ പ്രതിരോധിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്കറിയാമല്ലോ, പണ്ടേ എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും. വൈറ്റമിൻ സി ആണ് എല്ലാവർക്കും അറിയാവുന്നത്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, മുംബൈയിൽ നിന്ന് PM നായർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, കേൾക്കാം. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് കുട്ടികളുടെ ആഹാരക്രമങ്ങളാണ് സാർ. നമ്മൾ ഈ കുട്ടികള് സ്കൂളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആഹാരക്രമങ്ങളിൽ വ്യത്യാസം അവർക്ക് ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കണം തോന്നുന്നു, ഐസ്ക്രീം, അതുപോലുള്ള ജങ്ക് ഫുഡ്, ഐസ്ക്രീം. ഈ ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ടോ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ടോ പിന്നെ തണുത്ത വെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം അല്ലാതെ ഈ തണുത്ത വെള്ളം വെളിയിൽ നിന്ന് കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ കുട്ടികൾക്കുണ്ട്. ഐസ്ക്രീം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഈ ടൈമിൽ, ഈ മഴയൊക്കെയുള്ള ഈ ടൈമിൽ ഐസ്ക്രീം കുട്ടികൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അത് ശരീരത്തിന് എങ്ങനെ എഫക്ട് ചെയ്യും? ഐസ്ക്രീം, ജങ്ക് ഫുഡ്, ഈ നൂഡിൽസ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ കുട്ടികളുടെ ആഹാരക്രമങ്ങൾ. നല്ല ചോദ്യമാണ് ഇത്. കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. അതേപറ്റി ഒന്ന് പറഞ്ഞപ്പോഴാം സാർ. അതെ, കുട്ടികൾക്ക് ആങ്സൈറ്റി. ഐസ്ക്രീമിനെ പറ്റി ഡോക്ടർ എന്തെങ്കിലും കുഴപ്പം പറയുമോ, എല്ലാം കൂടെ പ്രശ്നമാക്കുമോ എന്നുള്ളതായിരിക്കാം. ആഹാരം മൊത്തം ഒന്ന് ആലോചിക്കാം. ആഹാരം ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും നിറഞ്ഞ ആഹാരം. അപ്പോൾ ഇലക്കറികൾ ധാരാളം വേണം. ഇലക്കറികൾ കുട്ടികൾ പൊതുവേ കഴിക്കാതിരുന്ന എല്ലാ അമ്മമാർക്കും അറിയുകയും ചെയ്യാം, അല്ലെങ്കിൽ ആരാണ് ആഹാരം വയ്ക്കുന്നത് നമുക്ക് വീടുകളിൽ അറിയാം, പേരൻസിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇലക്കറികളെ നമ്മൾ അട്രാക്റ്റീവായിട്ട് പാക്കേജ് ചെയ്യണം. ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബർഗറും പിസയിലൊക്കെ ഉള്ള പോലെ സ്റ്റൈലിലൊക്കെ വെച്ച് ഇലക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ റോള് പോലെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനത്തെ ഇലക്കറികൾ ധാരാളം വേണം. പച്ചക്കറി ധാരാളം വേണം. ചെറുനാരങ്ങ വെള്ളം ഇടയ്ക്ക് മറിക്കുക കൊടുക്കുന്ന വൈറ്റമിൻ സി പ്രദാനം ചെയ്യാൻ നല്ലതാണ്. ഏത് ഫ്രൂട്ട്സും നല്ലതാണ്, ഫ്രൂട്ട്സ് എല്ലാം പൊതുവേ നല്ലതാണ്. എങ്കിലും ഞാനെപ്പോഴും ഊന്നൽ കൊടുക്കാറുള്ളത്, എപ്പോഴും പണ്ടേ ഞാൻ ഊന്നൽ കൊടുക്കാറുള്ളത് നമുക്ക് ലോക്കലി കിട്ടുന്ന ചീപ്പായിട്ടുള്ളത്. കാരണം ഇത് എല്ലാവർക്കും പറ്റണം. ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാർക്ക് പോലെ വിഷമമില്ലാണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചീപ്പായിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ. അതിന് ഞാനെപ്പോഴും കാണുന്ന പപ്പയ്ക്കയും നെല്ലിക്കയും സപ്പോട്ടയും മാങ്ങയൊക്കെയാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള 400 രൂപ വരെ ആപ്പിളും കിവിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനത്തെ ലോക്കൽ ഫ്രൂട്ട്സ്. പിന്നെ പച്ചക്കറികളായി. പിന്നെ സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ആഹാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനമാണ്. ദിവസമുള്ള 3 നേരത്തെ ആഹാരത്തിലും ഏറ്റവും പ്രധാനം ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് പലപ്പോഴും കുട്ടികൾ ലേറ്റായിട്ട് എണീക്കുന്നൊരു ശീലം. ലേറ്റായിട്ട് എണീക്കുമ്പോഴേക്കും ബസ് വരാൻ തോന്നുന്നു, ഹോണ് കേട്ടു, പിന്നെ പാച്ചലായി. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടൈം മാനേജ്മെൻറ്റും കൂടെ വീട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. എന്താണ് വേണ്ട, സഫീഷ്യൻ്റ്ലി നേരത്തെ എങ്ങനെയൊക്കെ എണീപ്പിച്ച് ഒന്ന് അലേർട്ടായി കഴിഞ്ഞാൽ കുട്ടി കുറച്ചുകൂടെ സമാധാനത്തിൽ കഴിക്കും. അല്ലെ ധൃതി കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ തോന്നുന്ന ഫീലിംഗ് വന്നിട്ട് വേണ്ട എന്ന് പറയും ഈ വെപ്രാളം കൊണ്ട്. അപ്പോൾ ടൈമിന് ആഹാരം കഴിക്കുക, നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ സ്നാക്സ്, അതെല്ലാ സ്കൂളിലൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പറയും സ്നാക്സ് കൊണ്ടുവരണം. അപ്പോൾ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കൗതുകത്തിന് കഴിക്കാം, പക്ഷേ സ്ഥിരമായിട്ട് അതിനെ ഒന്നും ആശ്രയിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന അട്രാക്റ്റീവായിട്ടുള്ള പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അത് ഫ്രൂട്ട്സിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും സ്നാക്സ് ആയിട്ട് നല്ലത്. പിന്നെ ഉച്ചയ്ക്കത്തെ ആഹാരവും ഒക്കെ കളയാതെ കഴിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അത് ടീച്ചേഴ്സിൻ്റെ ഒരു ശ്രദ്ധ, ആയമാരെ കൊണ്ട് അവരൊക്കെ നോക്കണം. ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് ആഹാരം.
എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാട് കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഒരു കൊച്ചു ക്ലാസ്സിൽ പോലും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് ആഹാരം വേസ്റ്റ് ആക്കരുതെന്നുള്ള കാര്യം പറയുക. പിന്നെ വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. നമ്മൾ കുട്ടികളെ ഈ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന കാര്യം ഡിസ്കറേജ് ചെയ്യുക. കിണറൊക്കെ ചിലപ്പോൾ കാണും, പക്ഷേ എന്നാലും നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. പിന്നെ ആഹാരമാണെങ്കിൽ എല്ലാം മൂടി വയ്ക്കുന്നൊരു ശീലം, അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലായിക്കോട്ടെ, സ്കൂളിൽ കൊണ്ടുപോയിട്ട് അമിതമായി തുറന്ന് വയ്ക്കാതിരിക്കുക. കുട്ടികൾ ഊണ് കഴിക്കുന്ന നേരത്തൊക്കെ ടീച്ചേഴ്സിന് കൂടെ ഒരു സൂപ്പർവിഷൻ അവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. കഴിക്കുന്ന രീതിയിലും വേസ്റ്റ് ആക്കാതെയുള്ള രീതിയിലും ആഹാരം കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കൈ കഴുകുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുക. കുട്ടികൾ അതിനു മുമ്പ് ചിലപ്പോൾ ഫോർനൂണിൽ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ സോപ്പിട്ട് അതിന് ശേഷം കൈ കഴുകിയോ എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ കൊച്ചു ഹൈജീൻ, നഖം എല്ലാം വെട്ടിയോ, ഇതെല്ലാം ടീച്ചേഴ്സ് വളരെ പേരൻറ്റിനെ പോലെ സ്വന്തം അച്ഛനമ്മയും നോക്കുന്ന പോലെയാണ് അധ്യാപകരെ നോക്കേണ്ടത്. അങ്ങനെ അതും കൂടെ നോക്കിയാൽ ഈ വീട്ടിൽ നിന്നുള്ള പല നല്ല നല്ല ശീലങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ അത് സപ്പോർട്ടഡായിട്ട് ഇതൊക്കെയാണ് ചേർന്ന ആഹാരം. പിന്നെ ചൂടായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, ഇതൊക്കെയാണ്. വല്ലപ്പോഴും കൗതുകത്തിന് അല്ലാത്ത പ്രോഡക്ട്സ് കൊടുക്കാം. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ അങ്ങനെ കഴിക്കും. പിന്നെ ലാസ്റ്റ് ഭാഗം ഐസ്ക്രീമിൽ നിന്ന് നേരിട്ട് അസുഖം വരില്ല, പക്ഷേ ഐസ്ക്രീം ഇതൊരു തണുത്തൊരു സാധനം നമ്മുടെ അന്നനാളത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശ്വാസനാളത്തിൽ നേരത്തെ പറഞ്ഞ നനഞ്ഞ പ്രതീതി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മഴ നനഞ്ഞിട്ട്, അതുകൊണ്ട് അപ്പോൾ ഐസ്ക്രീം കുടിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ദോഷമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പിറകെ കുറച്ച് ചൂടുവെള്ളവും കൂടെ നല്ല ചൂടോടുകൂടി എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിനെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇഷ്ടംപോലെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, കുട്ടികളുടെ കൊതിക്കുള്ള ഐസ്ക്രീമൊക്കെ കൊടുത്താൽ മതി. അത് കൂടിപ്പോകണ്ട. വ്യക്തമാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടികളുടെ ആരോഗ്യത്തിൽ മാതാപിതാക്കളും പേരൻസും അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? ഇപ്പോൾ സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് ഡോക്ടർമാർക്കും ഹെൽത്ത് സ്ഥാപനങ്ങളിലൊക്കെ ഇതിൻ്റെ അറിയിപ്പുകൾ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആ സ്കൂൾ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അവിടുത്തെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ, പിന്നെ സ്കൂൾ പ്രിൻസിപ്പാൾസിനോടും സ്കൂൾ അധികൃതരോടൊക്കെ നമ്മൾ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വയ്ക്കുകയും അവരുടെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളൊരു ജനറൽ ഇൻസ്ട്രക്ഷനുണ്ട്. പിന്നെ അതുപോലെ ഈ സർക്കാർ തലത്തിൽ തന്നെ ഇപ്പോൾ കുട്ടികളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ അമൂല്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ അയൺ എന്ന് പറയുന്നത്, ഇരുമ്പ്. അപ്പോൾ അങ്ങനെ ഇരുമ്പ് ശക്തി കുട്ടികൾക്ക് അതിന് ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ്സ് നേരത്തെ നമ്മൾ കൗമാരക്കാർക്ക് മാത്രമായിരുന്നു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. പക്ഷേ ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ഇതുപോലെ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആഴ്ചയിൽ ഒരു ഇരുമ്പ് ഗുളികയാണ് കൊടുക്കുക. അപ്പോൾ അതിപ്പോൾ സ്കൂൾ തുറന്ന് ആദ്യത്തെ ആ ബുക്കിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങൾ അക്കാഡമിക് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ കൊടുത്ത് തുടങ്ങുന്നുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഇതും പേരൻസും ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കണം, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, കറക്റ്റായിട്ട് എല്ലാ കുട്ടികളും കഴിക്കുന്നുണ്ടോ, പരമാവധി കുട്ടികളത് റെഗുലറായി കഴിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ സ്കൂളിൻ്റെ പരിസരവും ഒക്കെ വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയും അതിനുള്ള റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു നീണ്ട വെക്കേഷൻ 2 മാസത്തെ ആളില്ലാത്തൊരു കണ്ടീഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്നു പറയുമ്പോഴേക്കും സുരക്ഷിതത്വം എപ്പോഴും അവിടെ മേൽനോട്ടം ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുകളിൽ വളർന്നു കിടക്കുന്ന മരശിഖരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് പോലത്തെ കാര്യങ്ങൾ അതവിടെ അൺസേഫായിട്ട് വല്ലതുണ്ടോ, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ ക്ലീൻ ആൻഡ് റെഡിയാണോ, വാട്ടർ സപ്ലൈ, ടോയ്ലറ്റ്സിൻ്റെ കാര്യം പ്രത്യേകിച്ചും. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധ, അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസ വകുപ്പും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും എല്ലാം ശ്രദ്ധ ചെലുത്തുന്ന ചില മേഖലകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മേൽനോട്ടം, നമ്മളൊരു ഗൈഡൻസാണ്, നമ്മളിതെല്ലാം ചെയ്യുന്ന ഗൈഡൻസാണ്. കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ, അറിവുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് പങ്കാളിത്തം എപ്പോഴും വേണം. ഇപ്പോൾ ഏത് സർക്കാർ സംവിധാനത്തിനും നമുക്കറിയാമല്ലോ, നല്ലൊരു പങ്കാളിത്തം വേണം. കേരളത്തിൻ്റെ വിജയവും പലപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. ആ പങ്കാളിത്തം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് കണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നല്ലൊരു മനോഭാവത്തോടു കൂടി അത് ചൂണ്ടിക്കാണിക്കുകയും എന്നിട്ട് അതിനെ പെട്ടെന്നൊരു പരിഹാരം എത്തിച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കത് സേഫ്റ്റി ഏകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. ദിശ ഹെൽപ്പ് ലൈൻ്റെ പ്രവർത്തനവും കൂടി ഈ ഒരു അവസരത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ദിശ ഹെൽപ്പ് ലൈൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ സേവനങ്ങളാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്? ദിശ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഹെൽപ്പ് ലൈനാണ്. അപ്പോൾ അത് ഒരു വളരെ സിമ്പിളായിട്ട് 2-3 നമ്പേഴ്സ്, ഉദാഹരണത്തിന് 1056 1056, പിന്നെ രണ്ടാമതൊരു നമ്പറുണ്ട് 0471 255 2056, മൂന്നാമത്തെ നമ്പർ ഇതേപോലെ 0471
2551056. അപ്പോൾ ഈ നമ്പറുകളിലൊക്കെ വിളിക്കുമ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും അത് ആൻസർ ചെയ്യുന്നത്. അത് ഏത് നേരത്തും പ്രവർത്തിക്കുന്ന ലൈനാണ്. എമർജൻസി ഉണ്ടെങ്കിൽ ഏത് അസമയത്താണെങ്കിൽ പോലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തുകൂടാ എന്നുള്ളത് ഉള്ള അഡ്വൈസ് മെഡിക്കലായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈവൻ സ്കൂളിൽ വെച്ചൊരു ചെറിയ ഒരു മൈനർ ആക്സിഡൻ്റ് എന്ന് പറയാവുന്ന ഒരു അത്യാഹിതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേജറായിട്ട് എന്തെങ്കിലും ഉണ്ടായി തന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ ഇത് വളരെ പ്രധാനമാണ്. ആദ്യത്തെ നിമിഷങ്ങൾ എപ്പോഴും പ്രധാനമാണ്. അപ്പോൾ അഥവാ ഫസ്റ്റ് എയ്ഡിനെ പറ്റി അറിഞ്ഞുകൂടെ തന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ ദിശ വിളിക്കുന്നതിന് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യണം എന്നറിയാം. പേരൻസിന്, കുട്ടികളുടെ പേരൻസിന് ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാത്തിനും പാരസെറ്റമോൾ കൊടുക്കണോ, എല്ലാത്തിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, എല്ലാത്തിനും പലതരം ടെസ്റ്റും ബ്ലഡും ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ മുതലായ സംശയങ്ങളെല്ലാം മനസ്സിൽ കാണും. അപ്പോൾ അത് സംശയ നിവാരണത്തിന് വേണ്ടി പേരൻസിനും എപ്പോൾ വേണമെങ്കിലും ദിശയിലേക്ക് വിളിക്കാം. എമർജൻസി ആണെങ്കിൽ അസമയത്ത് പോലും വിളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ജസ്റ്റ് സംശയങ്ങൾ തീർക്കാനാണെങ്കിൽ പകൽ സമയത്ത് വിളിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം ആ ടീംസ് എല്ലാം പകൽ കുറേയും കൂടെ കൂടുതൽ ടീംസ് കാണും. അപ്പോൾ ആ വിധത്തിൽ സംശയങ്ങളായിക്കോട്ടെ, പിന്നെ അതുപോലെ അഭ്യൂഹങ്ങൾ ചിലപ്പോൾ ഈ നെറ്റിലും സോഷ്യൽ മീഡിയയിൽ കാണും, തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ ചിലപ്പോൾ കണ്ടേക്കാം ആരോഗ്യ സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, ഇതിൽ കഴമ്പുണ്ടോ ഇല്ലേ, നമ്മളെന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ തെറ്റിദ്ധാരണ മാറ്റാൻ കൊള്ളാം. പിന്നെ എന്തെങ്കിലും ജനറലായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് കൊള്ളാം. വ്യക്തമാണ് ഡോക്ടർ. ഞാനൊന്ന് ഇടപെടുകയാണ്. തൃശ്ശൂരിൽ നിന്നും അതുൽ നമ്മളോടൊപ്പം ചേരുന്നു. അതുൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. അതുൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആ കോൾ ഡ്രോപ്പായെന്ന് തോന്നും. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ദിശ ഹെൽപ്പ് ലൈനിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതിനു മുമ്പ് ഡോക്ടർ പകർച്ചപ്പനികളെ കുറിച്ച് പറഞ്ഞിരുന്നു. പലപ്പോഴും പകർച്ചപ്പനി പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വലിയ കുട്ടികളുടെ ആബ്സെൻസ് ക്ലാസ് റൂമിൽ കൂടാനൊരു പ്രധാനപ്പെട്ട കാരണം പകർച്ചപ്പനികളാണ്. ഈ ഒരു മാസ്കിൻ്റെ ഉപയോഗം നമുക്കിതിനെ എത്രത്തോളം സഹായിക്കും? ഇപ്പോൾ ഒരു കോവിഡ് സമയത്ത് നമ്മുടെ സ്കൂളിൽ മാസ്ക് വളരെ നിർബന്ധമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇളവ് വന്നിട്ടുണ്ട്. ആരും ആ കാര്യത്തിൽ മാസ്ക് ഒന്നും അധികം വെച്ച് കാണുന്നില്ല. മാസ്ക് തിരിച്ചു വരുന്നത് ഈ ഒരു പകർച്ചപ്പനി സ്കൂൾ തുടങ്ങിയ കാലത്ത് ഈ പകർച്ചപ്പനിയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും മാസ്കിലൂടെ? മാസ്ക് നല്ലൊരു ഉപാധിയാണ്. പക്ഷേ ഞാനിവിടെ ആദ്യമായി പ്രൈമറി ആയിട്ട് ഒന്നാം തരത്തിൽ ഞാനത് എടുത്ത് പറയാണ്ടിരുന്നതിൻ്റെ കാരണം മാസ്ക് എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ചിലവൂടെ ഉള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അണുബാധകളുടെ ട്രാൻസ്മിഷനും അകത്തോട്ട് വലിച്ചു കയറ്റുന്നതും രണ്ടും കുറയുന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതിനേക്കാൾ വളരെ സിമ്പിളായതും ചിലവില്ലാത്തതും ഒരു എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് ഈ കർച്ചീഫിൻ്റെ ഉപയോഗം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മാസ്കിൻ്റെ കാര്യം പറയാണ്ടിരുന്നത്. അതേസമയം സുഖമില്ലാത്ത ഒരാൾ പോകണം, അത് കുട്ടിയായിക്കോട്ടെ മുതിർന്നയാളും ആയിക്കോട്ടെ, ഈ സീസണിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തി ഒരു മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറച്ച് കുറയും. എന്തെങ്കിലും ആരോഗ്യ കുറവുകളുള്ളൊരു ആൾ, ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസർ ട്രീറ്റ്മെൻറ്റോ കീമോതെറാപ്പിയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളും വലിയ ആൾക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസ് പ്രമേഹ രോഗമുള്ള ആൾക്കാർ, അപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യ ന്യൂനതകൾ ഉള്ള ഒരാളാണെങ്കിൽ അവർ മാസ്ക് വെക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് പലതുമൊക്കെ വലിച്ച് കയറ്റാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവർക്ക് രണ്ടുമാണ് മാസ്ക് കുറച്ചുകൂടെ ഉപയോഗമുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിനകത്ത് പോകേണ്ടി വന്നാൽ അത് അച്ഛനോ അമ്മയോ ആരാ കുട്ടിയെ കൊണ്ടുവന്ന് അവരും കൂടെ മാസ്ക് വെച്ച് പോയാൽ കൊള്ളാം. കാരണം ഈ സീസണിൽ ഒരു ഹോസ്പിറ്റലൊക്കെ നിറച്ചും പലതരം അണുബാധകളും കാണും. അല്ലാതെ ഇപ്പോൾ പൊതുവായിട്ട് സമൂഹത്തിനകത്തൊരു മാസ്ക് റെക്കമെൻഡേഷൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാണ്ടിരുന്നത്. വെറുതെ ഒരു പാഴ്ചെലവായിട്ടും പലർക്കും കുടുംബങ്ങൾക്ക് അത് തോന്നും, എപ്പോഴും പുതിയ പുതിയ മാസ്ക് മേടിക്കുക എന്ന് വെച്ചാൽ ഒരു കുടുംബങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തൊരു പാഴ്ചെലവായിട്ടും ഈ നേരത്ത് വന്നേക്കാം. സോ സയൻറ്റിഫിക്കായിട്ടൊരു വശം, സാമൂഹികമായിട്ട് വേറൊരു വശം, അതാണ് മാസ്കിനെ പറ്റി. പക്ഷേ പിന്നെ പകർച്ചപ്പനി എന്ന് പറഞ്ഞൊരു വാക്കിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ അത്യാവശ്യം. അതായത് ഈ ശ്വാസകോശ പനികളെപ്പറ്റി രോഗങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വെള്ളത്തിൽ കളിക്കുന്നത് ഈ മലിനജലമാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ പറയുന്നൊരു പൊതു വാണിംഗാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് കൊടുക്കുന്നൊരു വാണിംഗ്. ഈ എലിപ്പനി എന്ന് പറയുന്ന ലെപ്റ്റോസ്പൈറോസിസ് മലിനജലത്തിൽ കൂടെ പകരുന്നൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ കൊച്ചു കൊച്ചു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അഴുക്ക് വെള്ളത്തിൽ കളിക്കരുതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇന്ന് മഴയത്ത് സ്കൂളിൽ നടന്നു പോകുമ്പോൾ നനയരുതെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്, നമുക്കറിയാം. പക്ഷേ നമുക്ക് മിനിമൈസ് ചെയ്യാം, ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. വളരെ അഴുക്കായിട്ടുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കളിക്കാതിരിക്കുക, ക്ലിയർ വെള്ളത്തിൽ കളിച്ചോട്ടെ എന്ന് വയ്ക്കാനേ പറ്റൂ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഒന്ന് പ്രിവെൻഷൻ. രണ്ടാമത്തത്, നിങ്ങളുടെ കുട്ടിക്ക് അസാധാരണമായൊരു പനി വരുന്നു. സാധാരണയുള്ള പനി നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ശീലം വിട്ടൊരു പനിയോ വ്യത്യസ്തമായൊരു പനി വരുന്നു, അത് ഡോക്ടർ കൊടുത്ത മരുന്നിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഓർക്കണം, കുട്ടി ഇങ്ങനെ അഴുക്ക് വെള്ളത്തിൽ കളിച്ചോ എന്നൊക്കെ ചോദിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് ആ ഒരു വിവരവും കൂടെ നമ്മൾ ഡോക്ടറോട് പറയണം. ഇങ്ങനെ ഒരു ഡേർട്ടി വാട്ടർ, അഴുക്ക് വെള്ളത്തിൻ്റെ എക്സ്പോഷർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടറും കൂടെ ആ ലൈനിൽ ചിന്തിച്ച്
അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ സൈമൾട്ടേനിയസ്ലി നമ്മുടെ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എത്രയോ കഷ്ടപ്പാടുകളും അപകടങ്ങളും ഒഴിവാക്കാനും സാധിക്കും. തീർച്ചയായും ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. പകർച്ചപ്പനി എന്ന് പറയുന്നൊരു പ്രശ്നം, അതിപ്പോൾ പകർച്ചപ്പനി ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണ ജലദോഷമാകാം. എപ്പോഴും പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ ഈ ഒരു പനി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ പനിയുടെ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എത്ര ദിവസം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം? വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളമാണ്? പൊതുവേ ഈ പകർച്ചപ്പനി എന്ന് പറയുന്ന വാക്ക് ഇതിൻ്റെ ഒരു സംസാര വാക്കാണ് കേട്ടോ. എല്ലാ പനികളും പകരുന്ന, പനിയുള്ള ഇൻഫെക്ഷൻസ് എല്ലാം പകരാം. അപ്പോൾ ഒരു സംസാര വാക്കാണ്, ആക്ച്വലി മെഡിക്കൽ മീനിങ് ഇല്ല. നമ്മൾ കോമൺ വൈറൽ ഫീവേഴ്സിനാണ് ഈ പകർച്ചപ്പനി എന്ന് പറയാറുള്ളത്. ഇനി ഏത് പനിയാണെങ്കിലും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ഡോക്ടർമാർ പറയും ഷോർട്ട് ഫെബ്രൈൽ ഇൽനെസ് എന്ന് വെച്ചാൽ ഹ്രസ്വമായിട്ടുള്ള പനിയുള്ള അസുഖം 2 ദിവസത്തിന് കുറവാണെങ്കിൽ വലിയ ഇടപെടൽ പലപ്പോഴും വേണ്ടി വരില്ല. നമ്മൾ നല്ല സപ്പോർട്ടീവ് കെയർ, ആഹാരം, ചൂടുവെള്ളം, ആവി ശ്വസിക്കൽ, വേണമെങ്കിൽ മൂക്കിൽ സലൈൻ, ഉപ്പുവെള്ളം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തുളസി അത് വെക്കേണ്ട, അതൊക്കെ വേണം യൂസ് ചെയ്യണം, അതൊക്കെ ഇഷ്ടമുള്ളവർ അത് ചെയ്യാം. പിന്നെ വൈറ്റമിൻ സി ഉള്ള ആഹാരം, നെല്ലിക്ക, അത് ഇതൊക്കെ കൊടുത്ത് ഇതെല്ലാം കൂടെ ചെയ്ത് കുട്ടിയെ 2 ദിവസം വീട്ടിൽ വെച്ചാൽ പലതും അവിടെ വെച്ച് തന്നെ ഒതുങ്ങും. സോ ഫസ്റ്റ് 48 hours, ആദ്യത്തെ 48 മണിക്കൂർ ക്ലോസായി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. അതിന് മരുന്ന് വേണ്ട. അമിതമായിട്ടുള്ള പനിയോ കഷ്ടപ്പാടോ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ഡോക്ടർ തന്നിട്ടുള്ള ഡോസ് പ്രകാരം കൊടുക്കാം. ഇത് ഫസ്റ്റ് 48 മണിക്കൂർ. 48 മണിക്കൂറിന് അപ്പുറം പോകുന്ന പനികൾ എന്തായാലും ഡോക്ടറോടൊന്ന് ഡിസ്കസ് ചെയ്യുകയോ പോയി കാണിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ നേരം കൊണ്ട് ഒരു ചേഞ്ച് വരണം. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പനിയാണ്, പക്ഷേ 3-ാം ദിവസമായപ്പോൾ പുതിയ പുതിയ ലക്ഷണങ്ങൾ കൂടെ ഇതുവരെ ഇല്ലാത്ത മേത്ത് പൊക്കൽ വരുമോ, അല്ലെ കഫത്തിന് മഞ്ഞ നിറാകുമോ, അങ്ങനെ എന്തെങ്കിലും പുതിയ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കുട്ടിക്ക് ഭയങ്കര മയക്കം തോന്നുന്നു, എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ശ്വാസം മുട്ട് അമിതമായി വന്നു ചേരുന്നു 3-ാം ദിവസം 4-ാം ദിവസം, അതും ഡോക്ടറെ കാണണം. മരുന്ന് കഴിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാത്ത കുട്ടിയെ ഡോക്ടറെ കാണണം. അല്ലാതെ നമ്മൾ ആദ്യമേ കയറി പാരസെറ്റമോൾ ഒരു ചികിത്സ അല്ല എന്ന് എപ്പോഴും ഓർത്തോളണം. പാരസെറ്റമോൾ ഒരു രോഗസംഹാരിയല്ല. പാരസെറ്റമോൾ കൊടുക്കുന്നത് ഒരു രോഗം ഇല്ലാണ്ടാവില്ല, പക്ഷേ അത് ആശ്വാസം മാത്രം കൊടുക്കുന്നൊരു സിമ്പിൾ മരുന്നാണ്. അത് കറക്റ്റ് ഡോസൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതൊരു എൻ്റെ റിക്വസ്റ്റാണ്. എല്ലാ പേരൻസും നമ്മുടെ ഡോക്ടേഴ്സിനോടൊക്കെ വളരെ ഫ്രീ ആയി സംസാരിച്ച് അവരുടെ കുഞ്ഞിന് ആവശ്യമുള്ള പാരസെറ്റമോളിൻ്റെ ഡോസ് കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഈ ശ്വാസം മുട്ട്, വീസിംഗ് എന്ന് പറയുമല്ലോ, വലിവ്, അപ്പോൾ ആ ടൈപ്പ് ശ്വാസം മുട്ടിനുള്ള മരുന്നിൻ്റെ കറക്റ്റ് ഡോസ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടിൻ്റെ ഓരോ കുപ്പി വീട്ടിൽ കരുതിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് അതിനപ്പുറമുള്ളത് ഡോക്ടറും പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷേ ഈ പാരസെറ്റമോളും ശ്വാസം മുട്ടിനുള്ള വീസിങ്ങിനുള്ള മരുന്നും ഏതാണ്ട് ഫസ്റ്റ് എയ്ഡിനോട് അടുപ്പിച്ച് നിൽക്കുന്ന 2 ഇടപെടലുകളാണ്. വ്യക്തമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സീനിയർ പീഡിയാട്രീഷ്യനും നാഷണൽ ഹെൽത്ത് മിഷൻ അഡോളസെന്റ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ അമർ ഫെറ്റിലാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.